നോവലിസ്റ്റ്, തിരക്കഥാകൃത്ത്, ചലച്ചിത്ര സംവിധായകൻ, സാഹിത്യകാരൻ, നാടകകൃത്ത് എന്നീ നിലകളിൽ പ്രശസ്തനായ മലയാളിയായിരുന്നു മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്ന എം.ടി. വാസുദേവൻ നായർ. മലയാള സാഹിത്യത്തിലും ചലച്ചിത്ര രംഗത്തും വ്യക്തിമുദ്ര പതിപ്പിച്ച ഇദ്ദേഹം എം.ടി. എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നു. അധ്യാപകൻ, പത്രാധിപൻ എന്നീ നിലകളിലും പ്രവർത്തിച്ച ഇദ്ദേഹത്തിന് പത്മഭൂഷൺ, ജ്ഞാനപീഠം, എഴുത്തച്ഛൻ പുരസ്കാരം, ജെ.സി. ഡാനിയേൽ പുരസ്കാരം, പ്രഥമ കേരള ജ്യോതി പുരസ്കാരം, കേരള നിയമസഭാ പുരസ്കാരം മുതലായ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഒരു ഭാഷാ സമൂഹത്തെ ആകെ സ്വാധീനിക്കാൻ കഴിഞ്ഞ മറ്റൊരു മലയാളി എഴുത്തുകാരൻ എം.ടി. വാസുദേവൻ നായരെപ്പോലെ ഉണ്ടാവില്ല. മലയാളികളെ ഒന്നടങ്കം സ്വാധീനിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് എം.ടി. വാസുദേവൻ നായർ. എം.ടി. എന്ന് പറയുമ്പോൾ 2 ഇംഗ്ലീഷ് അക്ഷരമാണ്. പക്ഷേ ഇത്ര ഏറെ മലയാളിത്തമുള്ള 2 അക്ഷരങ്ങൾ വേറെ ഉണ്ടാകുമെന്ന് കരുതുന്നില്ല. എല്ലാ മലയാളികളും ചേർത്ത് വയ്ക്കുന്ന 2 അക്ഷരങ്ങളാണ് എം.ടി. പുന്നയൂർ കളുത്തുകാരനായ ടി. നാരായണൻ നായരുടെയും കൂടല്ലൂരുകാരിയായ അമ്മാളു അമ്മയുടെയും ഇളയ മകനായി പാലക്കാട് ജില്ലയുടെ വടക്ക് പടിഞ്ഞാറ് അറ്റത്തുള്ള പട്ടാമ്പി താലൂക്കിലെ ആനക്കര പഞ്ചായത്തിലെ ഒരു ചെറിയ ഗ്രാമമായ കൂടല്ലൂരിലാണ് 1933 വാസുദേവൻ ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ ജന്മദേശം പഴയ മദ്രാസ് പ്രസിഡൻസിയിൽ മലബാർ ജില്ലയുടെ കീഴിലായിരുന്നു. മാതാപിതാക്കളുടെ 4 മക്കളിൽ ഇളയവനായിരുന്നു അദ്ദേഹം. തൃശ്ശൂർ ജില്ലയിലെ പുന്നയൂർക്കുളത്തും പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരിലുമായിട്ടാണ് ചെറുപ്പകാലം ചെലവഴിച്ചത്. ഇത്ര മനോഹരമായി മലയാള ഭാഷയെ ഉപയോഗിച്ചിട്ടുള്ള ഗദ്യകാരന്മാർ കുറവാണ്. ഒരു ഉദാഹരണമായി എടുത്താൽ നാലുകെട്ട്, അല്ലെങ്കിൽ അസുരവിത്ത്, കാലം, രണ്ടാമൂഴം ഇവയെല്ലാം സാമാന്യം വലിപ്പമുള്ള നോവലുകളാണ്. ഇവ വായിച്ചു തീരുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു വാക്കോ വാക്യമോ അനാവശ്യമായിരുന്നു എന്ന് നമുക്ക് കണ്ടെത്താനേ കഴിയില്ല. അതാണ് എം.ടി. അത് ചെറുകഥയിലാണ് നമുക്ക് ഏറ്റവും മനോഹരമായി കാണാൻ കഴിയുക. എം.ടിയുടെ അച്ഛൻ ജോലി സംബന്ധമായി സിലോണിലായിരുന്നു. അവിടെ മറ്റൊരു ഭാര്യയും കുട്ടിയും ഉണ്ടായിരുന്നു. സിലോണിൽ നിന്ന് മടങ്ങി വരുന്ന അച്ഛൻ ഒരു പെൺകുട്ടിയെ കൊണ്ടുവരുന്ന കഥ നിന്റെ ഓർമ്മയ്ക്ക് എന്ന കൃതിയിൽ പറയുന്നു. ഈ പെൺകുട്ടി ആരെന്ന് എം.ടി. പറയുന്നില്ലെങ്കിലും എം.ടിയുടെ അച്ഛൻ നാരായണന് ഒരു കുട്ടി സിലോണിൽ ഉണ്ടെന്ന് പറയപ്പെടുന്നു. കോപ്പം മാസ്റ്ററുടെ കുടിപ്പള്ളിക്കൂടത്തിലാണ് വിദ്യാഭ്യാസം ആരംഭിച്ചത്. ശേഷം മലമക്കാവ് എലിമെൻ്ററി സ്കൂളിലും കുമരനെല്ലൂർ ഹൈസ്കൂളിലും സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. പാലക്കാട് വിക്ടോറിയ കോളേജിൽ ഉപരിപഠനം. ഒരു ജോലി ലഭിക്കാനുള്ള സാധ്യത പരിഗണിച്ച് രസതന്ത്രമായിരുന്നു ഐച്ഛിക വിഷയമായിട്ട് എടുത്തത്. എം.ടി. തന്നെയാണ് എം.ടിയുടെ നോവലിൻ്റെ എഡിറ്റർ. എം.ടി. ഒരു മാധ്യമ പ്രവർത്തകൻ കൂടിയാണല്ലോ, ഒരു പത്രാധിപൻ കൂടിയായിരുന്നല്ലോ. ആ ഒരു എഡിറ്റിംഗ് സ്വഭാവം അദ്ദേഹത്തിൻ്റെ കൃതികൾക്ക് ഗുണപ്രദമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു എഡിറ്റർ ജീവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മമായി ഭാഷയെ ഉപയോഗിക്കുന്ന, വാക്കുകളെ ഉപയോഗിക്കുന്ന ഒരു ശൈലി എം.ടിയോളം വഴക്കത്തോടെ ചെയ്യുന്ന മറ്റൊരു എഴുത്തുകാരനെ കണ്ടിട്ടില്ല എന്ന് പറയാം. കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം 1-2 സ്കൂളുകളിൽ അധ്യാപകനായി ജോലി ചെയ്തു. 1954 പട്ടാമ്പി ബോർഡ് ഹൈസ്കൂളിലും പിന്നെ ചാവക്കാട് ബോർഡ് ഹൈസ്കൂളിലും അധ്യാപകനായി. 2ഇടത്തും കണക്കാണ് പഠിപ്പിച്ചിരുന്നത്. 1955-56 കാലത്ത് പാലക്കാട് എം.ബി. ട്യൂട്ടോറിയൽ കോളേജിലും അധ്യാപകനായി ജോലി നോക്കി. ഇതിനിടയിൽ തളിപ്പറമ്പിൽ ഗ്രാമസേവകൻ്റെ ഉദ്യോഗം കിട്ടിയെങ്കിലും ദിവസങ്ങൾക്കകം രാജിവെച്ച് എം.ബിയിൽ തിരിച്ചെത്തി. തുടർന്ന് മാതൃഭൂമിയിൽ ചേർന്നു. ഔദ്യോഗിക ജീവിതം കൂടുതലും കോഴിക്കോടായിരുന്നു. എം.ടിയുടെ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ കഥാസന്ദർഭങ്ങൾ ഒരു മൗനത്തെ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഒരു നിശബ്ദതയെ ഉണ്ടാക്കുന്നു. അത് എം.ടി. അവിടെ എവിടെയെങ്കിലും എഴുതി വയ്ക്കുന്നതല്ല, മറിച്ച് ആ വായനക്കാരന് അത് അനുഭവവേദ്യമാവുന്നു. ആ രീതിയിലൊക്കെ
മൗനത്തെ അനുഭവവേദ്യമാക്കുന്ന അപൂർവം എഴുത്തുകാരിൽ ഒരാളാണ് എം.ടി. എം.ടി. 2 തവണ വിവാഹം കഴിച്ചിട്ടുണ്ട്. 1965 എഴുത്തുകാരിയും വിവർത്തകിയുമായ പ്രമീളയെ അദ്ദേഹം വിവാഹം കഴിച്ചു. 11 വർഷത്തെ ദാമ്പത്യത്തിന് ശേഷം അവർ വേർപിരിഞ്ഞു. 1977 പ്രശസ്ത നർത്തകി കലാമണ്ഡലം സരസ്വതിയെ വിവാഹം കഴിച്ചു. തൻ്റെ അറിവിൻ്റെ പരിസരത്തിൽ മാത്രം ഒതുങ്ങി നിന്ന് കൊണ്ട് പ്രമേയങ്ങളെ തിരഞ്ഞെടുക്കുക, തനിക്ക് നേരിട്ട് അറിയാവുന്ന ആളുകളെ കഥാപാത്രങ്ങളാക്കുക, ആ രീതിയിലുള്ള രചനാതന്ത്രം ആദ്യം മുതൽ തന്നെ എം.ടി. പ്രയോഗിക്കുന്നത് നമുക്ക് കാണാം. സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ സാഹിത്യരചന തുടങ്ങി. കോളേജ് കാലത്ത് തന്നെ ജയകേരളം മാസികയിൽ കഥകൾ അച്ചടിച്ചു വന്നിരുന്നു. വിക്ടോറിയ കോളേജിൽ ബിരുദത്തിന് പഠിക്കുമ്പോൾ രക്തം പുരണ്ട മൺതരികൾ എന്ന ആദ്യത്തെ കഥാസമാഹാരം പുറത്തിറങ്ങി. 1954 ന്യൂയോർക്ക് ഹെറാൾഡ് ട്രൈബ്യൂൺ സംഘടിപ്പിച്ച ലോക ചെറുകഥാ മത്സരത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ മാതൃഭൂമി നടത്തിയ കഥാമത്സരത്തിൽ എം.ടിയുടെ വളർത്തുമൃഗങ്ങൾ എന്ന കഥ 1ാം സ്ഥാനം നേടി. ഇതോടെയാണ് മലയാള സാഹിത്യത്തിൽ അദ്ദേഹം ശ്രദ്ധേയനായി തീർന്നത്. പാതിരാവും പകൽ വെളിച്ചവും എന്ന ആദ്യ നോവൽ ഈ സമയത്താണ് പുറത്തു വന്നത്. ആദ്യമായി പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ച നോവൽ നാലുകെട്ടാണ് 1958. ആദ്യ നോവലിൽ തന്നെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും ലഭിച്ചു. പിൽക്കാലത്ത് സ്വർഗം തുറക്കുന്ന സമയം, ഗോപുരനടയിൽ എന്നീ കൃതികൾക്കും കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. 1963-64 കാലത്ത് സ്വന്തം കഥയായ മുറപ്പെണ്ണ് തിരക്കഥ എഴുതി എം.ടി. ചലച്ചിത്ര ലോകത്ത് പ്രവേശിച്ചു. 1973 ആദ്യമായി സംവിധാനം ചെയ്ത് നിർമ്മിച്ച നിർമാല്യം എന്ന ചിത്രത്തിന് രാഷ്ട്രപതിയുടെ സ്വർണപതക്കം ലഭിച്ചു. 50ലേറെ തിരക്കഥകൾ എഴുതിയിട്ടുള്ള അദ്ദേഹത്തിന് 4 തവണ ഈ മേഖലയിൽ ദേശീയ പുരസ്കാരം ലഭിച്ചു. ഇതുകൂടാതെ കാലം 1970 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, രണ്ടാമൂഴം 1985 വയലാർ അവാർഡ്, വാനപ്രസ്ഥം ഓടക്കുഴൽ അവാർഡ് എന്നീ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കടവ്, ഒരു വടക്കം വീരഗാഥ, സതയം, പരിണയം തുടങ്ങിയ ചിത്രങ്ങൾക്കും ദേശീയ പുരസ്കാരം ലഭിച്ചു. 2005 മാതൃഭൂമി പുരസ്കാരവും എം.ടിക്ക് തന്നെയായിരുന്നു. രണ്ടാമൂഴം എന്ന നോവൽ സിനിമ ആക്കുന്നതിന് വേണ്ടിയുള്ള തിരക്കഥ രചനയും മറ്റു നടത്തിയെങ്കിലും സംവിധാനം ചെയ്യാമെന്നേറ്റ ശ്രീകുമാർ മേനോനുമായുള്ള കോടതി വ്യവഹാരത്തിൽ പദ്ധതി നിർത്തിവച്ചിരിക്കുകയാണ്. ഒരു ബഹുമുഖ പ്രതിഭ എന്ന് പറയാവുന്നവരിൽ ഒരാളാണ് എം.ടി. മലയാള സാഹിത്യത്തിന് നൽകിയ അമൂല്യ സംഭാവനകൾ കണക്കിലെടുത്ത് 1996 കാലിക്കറ്റ് സർവകലാശാല ബഹുമാനസൂചകമായി ഡി.ലിറ്റ് ബിരുദം നൽകി ആദരിച്ചു. 1995 ജ്ഞാനപീഠം പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു. 2005 പത്മഭൂഷൺ നൽകി എം.ടിയിലെ പ്രതിഭയെ ഭാരത സർക്കാർ ആദരിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ കൃതികൾ നിരവധി ഇന്ത്യൻ ഭാഷകളിലേക്കും വിദേശ ഭാഷകളിലേക്കും മൊഴിമാറ്റം നടത്തിയിട്ടുണ്ട്. എം.ടി. എന്ന എഴുത്തുകാരൻ ഒരു പരിസ്ഥിതിവാദി കൂടിയാണ്. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന എം.ടി. നിള നദിയെയും ചുറ്റുമുള്ള പരിസ്ഥിതി പ്രശ്നങ്ങളെയും കുറിച്ച് പലപ്പോഴായി എഴുതിയ ലേഖനങ്ങൾ കണ്ണാന്തളിപ്പൂക്കളുടെ കാലം എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്.